എല്ലാവർക്കും അഞ്ജലിയുടെ ഫാഷൻസിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് അത്യാവശ്യം തീരെ സ്റ്റിച്ചിങ് അറിയാത്തവർക്കുള്ള ബേസിക് സ്റ്റിച്ചിങ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു ഷോർട്ട് ടോപ്പ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നെക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ടോപ്പ് പോലെ തന്നെയാണ്, കുറച്ച് ലെങ്ത് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലോങ് ടോപ്പ് ആവും. അപ്പൊ നമ്മൾ ഇന്ന് ടോപ്പിനെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് വെറുതെ സിമ്പിൾ ആയിട്ട് ഒരു ഫാബ്രിക് വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ്. അതുപോലെ നമ്മളിപ്പോ ബാക്കിൽ ടക്ക് കൊടുക്കുന്നത്, അങ്ങനെ ചെറുതായിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. മുന്നത്തെ 2 വീഡിയോകളിലായിട്ട് ബോഡിയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഡ്രസ്സിൽ നിന്നാണെങ്കിലും എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നതെന്നും കട്ട് ചെയ്യുന്നതെന്നും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തത് ഇത്ര നീളമുള്ള ഒരു ടോപ്പായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ കുറച്ചുകൂടി നീളത്തിലുള്ള ഒരു കുർത്തിയാണ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ലെങ്തിനോടൊപ്പം 2 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ടാണ് ഇവിടെ ലെങ്ത് എടുത്തിരിക്കുന്നത്. പിന്നെ ഷോൾഡറിൻ്റെ ഹാഫ് ഈ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എത്രയാണോ ഷോൾഡറിന് കൊടുത്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ ആം ഹോളിൻ്റെ ഡെപ്തിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് ആം ഹോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ചെസ്റ്റ് ഏരിയ. ചെസ്റ്റിനോടൊപ്പം നമുക്ക് എത്രത്തോളം തുണിയുണ്ടോ അതനുസരിച്ച് മാർജിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേസ്റ്റ് ഏരിയ. വേസ്റ്റിനോടൊപ്പം മാർജിൻ ആഡ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഹിപ്പ് ഏരിയ. ഹിപ്പിനോടൊപ്പം നമ്മൾ 1 ഇഞ്ചാണ് സാധാരണ ഫോൾഡിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇവിടെ ഇപ്പം ഉള്ളിടത്തോളം ഫാബ്രിക് വെച്ചിട്ട് ഞാൻ മാർജിൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ ഒരേ ഒരു വ്യത്യാസം വരുന്നത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ലൈനിങ് ഇല്ലാണ്ടാണ്. ഇവിടെ ലൈനിങ്ങും കൂടി ചേർത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും കൂടി ചേർത്തിട്ട് 2 പീസ് ഒറിജിനൽ ഫാബ്രിക്കിൽ നിന്നും അതേപോലെ തന്നെ 2 പീസ് നമ്മൾ ലൈനിങ്ങിന് വേണ്ടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുകളിലുള്ള തുണിയേക്കാളും 1.5-2 ഇഞ്ചോളം നീളം കുറച്ചിട്ടാണ് കട്ട് ചെയ്യാറുള്ളത്. അതൊഴികെ ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിലെയും ബാക്കിലെയും പീസുകൾ ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം ചേർത്തിട്ട് ലൈനിങ്ങിൻ്റെ ഓരോ പീസ് കൂടി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അകവും പുറവും വ്യത്യാസമുള്ള തുണിയാണ്. വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ലൈനിങ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് മെറ്റീരിയലിൻ്റെ ഉൾഭാഗത്തായിട്ടാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട് പീസിനോടൊപ്പം ബാക്ക് പീസിൻ്റെയും ഉൾഭാഗത്തായിട്ട് ഓരോ ലൈനിങ് പീസ് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 2 സൈഡിൽ ലൈനിങ് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ടോപ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലെ ആം ഹോൾ ഭാഗത്ത് എക്സ്ട്രാ ഡെപ്ത് കൊടുക്കാറുണ്ട്. ഇവിടെ ഇപ്പം 4 പീസ് ഒരേപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഡെപ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 പീസ് മാറ്റി വെച്ചിട്ട് നമുക്കിനി റിമൈനിങ് ആയിട്ടുള്ള 2 പീസ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. അപ്പം ഇതാണ് ഞാനിപ്പോൾ ഫ്രണ്ടായിട്ട് എടുക്കുന്ന പീസ്. ഇവിടെയാണ് നമുക്ക് ഫ്രണ്ട് നെക്ക് ചെയ്യേണ്ടത്. പിന്നെ ആദ്യമായിട്ട് ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ലൈനിങ്ങും തുണിയും കൂടി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിയൊക്കെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ ആം ഹോളിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഈ ഷോൾഡറിൻ്റെ ഭാഗവും രണ്ടാമത്തെ ആം ഹോളും കൂടി ചേർത്ത് ഒരു ചെറുതായിട്ടൊരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിപ്പോൾ നല്ല കോട്ടനാണ്, സ്റ്റിഫായിട്ടിരിക്കുന്ന മെറ്റീരിയലാണ്. പ്രത്യേകിച്ചും ഷിഫോണൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അത് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ ഒരു കംഫർട്ടബിൾ അല്ല, അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് തന്നെ നെക്ക് ചെയ്ത് തുടങ്ങുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഈ 2 മെറ്റീരിയലും കൂടെ ചേർത്ത് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. നമുക്ക് കറക്റ്റായിട്ട് ഈ സെൻറ്റർ പോർഷൻ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു നോച്ച് കൊടുക്കുന്നുണ്ട്. നോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നതിനാണ് നോച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കണം. ക്യാൻവാസ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെൻറ്ററിലെ പോയിന്റ് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഈ ക്യാൻവാസിൻ്റെ ഉൾഭാഗം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ തിളങ്ങുന്നത് പോലെ കാണാം. ആ ഒരു ഭാഗത്ത് ഗ്ലൂ ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാറുള്ളത്. അപ്പം നമ്മളിപ്പം മറുഭാഗം ഞാനിങ്ങനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് എത്രത്തോളം നെക്കിൻ്റെ വിഡ്ത്ത് വേണം, ഇപ്പോൾ 7 ഇഞ്ചാണ് വേണമെങ്കിൽ അതിനോടൊപ്പം മിനിമം 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഈ വിഡ്ത്ത് എടുക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്, ഇപ്പോൾ സപ്പോസ് 5 ഇഞ്ചാണ് നമ്മുടെ നെക്ക് ലെങ്തെങ്കിൽ മിനിമം 6 ഇഞ്ച് കണക്കാക്കിയിട്ട് വേണം ഈ ഒരു ക്യാൻവാസ് മുറിച്ചെടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്താണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ള നെക്കിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ പകുതി 3.5 ഇഞ്ച് ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് ആവശ്യമുള്ള ലെങ്ത് 5 ഇഞ്ചാണ്. അത് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലെങ്ത്തിൻ്റെയും വിഡ്ത്തിൻ്റെയും ലൈൻസ് തമ്മിൽ ഇങ്ങനെ ജോയിൻ്റ് ആക്കിയിട്ട് ഒരു എൽ ഷേപ്പ് പോലെ നമ്മളൊരു ബോക്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്.
ഇനി ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് നമ്മൾ ട്രേസ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ ചെറിയൊരു വി ഷേപ്പാണ് കൊടുക്കുന്നത്. സ്ട്രൈറ്റ് ആയിട്ടുള്ള വി അല്ല, ഇച്ചിരി ഒന്ന് വൈഡ് ആയിട്ടുള്ള ഒരു വി ഷേപ്പാണ് കൊടുക്കുന്നത്. അപ്പം അതിന് ഒരു 5 ഇഞ്ച് എന്നുള്ളത് ഒരു ഇച്ചിരി താഴ്ന്നാലും കുഴപ്പമില്ല. നമുക്ക് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ താഴ്ച വേണമെന്ന് തോന്നണമെങ്കിൽ നമുക്കൊന്ന് താഴ്ത്തി കൊടുക്കാം. എനിക്കൊരു ഇച്ചിരി കൂടെ വേണമെന്ന് തോന്നി, അപ്പോൾ ഞാൻ അതോടെ ഒന്ന് താഴ്ത്തി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ലൈനിൻ്റെ സൈഡിലൂടെ ഒരു 1/2 ഇഞ്ച് മുതൽ 1 ഇഞ്ച് വരെ, അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ആ ഒരു നെക്കിൽ വെക്കുന്ന ആ ഒരു ബാൻഡ് പോലത്തെ പീസ് കുറച്ച് വൈഡായിട്ട് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാൻ സാധാരണ 1/2 ഇഞ്ചാണ് എടുക്കാറുള്ളത്. അത് വേണമെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് നമ്മളിപ്പം വരച്ച് വെച്ചിരിക്കുന്ന വീട് അവിടെ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ പുറത്തേക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ 1/2 ഇഞ്ച് അവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും. അവരിങ്ങനെ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ തുടക്കക്കാരൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മൂവായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുവാണെങ്കിൽ 2 സൈഡിൽ ഇതുപോലെ പിന്നൊക്കെ കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പ് നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പ് പ്ലസ് മാർജിൻ അത്രയും ചേർത്തിട്ട് ഈ ഒരു വി ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും കട്ട് ചെയ്യുന്ന പീസൊന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഈ ഒരു 1/2 ഇഞ്ച് വിഡ്ത്തിൽ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പീസ് മാത്രമേ തന്നെ നമുക്ക് ആവശ്യമുള്ളൂ. ഇതാണ് നമ്മൾ വേറൊരു ഫാബ്രിക് എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ക്യാൻവാസിൽ ഈ ഗ്ലൂ ഉള്ള ഭാഗം, അതായത് ഈ ഒരു തിളക്കമുള്ള ഭാഗമാണ് നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അയൺ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു 1/4 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് വെക്കുന്നത്. ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ചിങ് മാർജിൻ്റെ അകത്തേക്ക് പോകാനുള്ളതാണ്. അവിടെ നമുക്ക് എക്സ്ട്രാ ബഡ്ജിങ്ങിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഒരിച്ചിരി ഒന്ന് താഴ്ത്തി വെക്കുന്നത്. ഇപ്പോൾ അയൺ ചെയ്ത് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഈ ഒരു സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് ഇങ്ങനെ പിടിപ്പിക്കുന്നതാണ് നല്ലത്. അപ്പോൾ 2 സൈഡിലേക്ക് ഒരേപോലെ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് വരാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ ഒന്ന് അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ക്യാൻവാസിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ എക്സ്ട്രാ കട്ട് ചെയ്തിരിക്കുന്ന 1/4 ഇഞ്ച് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ക്യാൻവാസിനോടൊപ്പം മടക്കി ഉള്ളിലോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് വെറുതെ സിമ്പിളായിട്ട് നമ്മളൊരു റഫ് സ്റ്റിച്ച് കൊടുക്കുന്നതാണ്. പിന്നീട് ഹെമ്മിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഞാനിവിടെ ഉടനെ ചെയ്യുന്നില്ല, എല്ലാം കാണിച്ചു കഴിഞ്ഞതിന് ശേഷം തന്നെ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ടോപ്പിൽ ചെയ്തതുപോലെ തന്നെ കറക്റ്റ് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഈ ക്യാൻവാസിനെ ഇങ്ങനെ രണ്ടായിട്ട്, ഈ ക്യാൻവാസിൻ്റെ 2 പോർഷനൊക്കെ ഈക്വലാക്കി വെച്ചിട്ട് എക്സാക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കുന്നുണ്ട്. ടോപ്പിൽ കൊടുത്ത് അതേപോലെ തന്നെ സെൻറ്ററിൽ ഇവിടെയും നമ്മൾ ചെറിയൊരു കട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ക്യാൻവാസ് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഈ ഫാബ്രിക് നമ്മുടെ ടോപ്പിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് 2ൻ്റെയും സെൻറ്റർ പോർഷൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പിലാണെങ്കിലും ഈ ക്യാൻവാസിലാണെങ്കിലും ഒക്കെ ഈ ഒരു മടക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ 2 മടക്കുകൾ ഞാനിങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ടോപ്പിൻ്റെ റൈറ്റ് സൈഡും ക്യാൻവാസ് ഒട്ടിച്ചിരിക്കുന്ന തുണിയുടെ റൈറ്റ് സൈഡ്, അതായത് ക്യാൻവാസ് ഇരിക്കുന്ന ഭാഗമല്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും ഫേസ് ടു ഫേസ് വരുന്ന വിധത്തിൽ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് ഞാനിങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നതിന് പകരം വേണമെങ്കിൽ നമ്മൾ കറക്റ്റ് ഈ സെൻറ്റർ ലൈൻ നോക്കിയിട്ട് ഒരു സ്റ്റിച്ച് ഇങ്ങനെ താഴോട്ട് കൊടുത്താലും മതി. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബോർഡർ, ഈ ഒരു ഉള്ളിലെ വി പോർഷനിലൂടെയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 2 സൈഡിലും കൂടി ഞാൻ അഡീഷണൽ 2 പിന്നൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഷിഫോണൊക്കെ ആണെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, നമുക്ക് ശരിക്കും ആ ഒരു സെൻറ്ററിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നിനേക്കാൾ കുറച്ചുകൂടി സ്റ്റിഫായിട്ട് നിൽക്കുന്നത് സ്റ്റിച്ച് തന്നെയായിരിക്കും. അതിനുശേഷം നമ്മൾ ഈ ഒരു ലൈൻ കണക്കാക്കി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇവിടെ നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് സ്റ്റിച്ചിങ് മാർജിൻ ഇങ്ങനെ വിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ ഉൾഭാഗത്തുള്ളതൊക്കെ, അത് കട്ടിങ് വേസ്റ്റാണ്, നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതിനിങ്ങനെ ഈ ഒരു കർവൊക്കെ ഒന്ന് നേരെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഈ വളവ് വരുന്ന എല്ലാ പോർഷനിലും നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വിടാറുണ്ട്. നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചോ ക്യാൻവാസോ ഒന്നും മുറിയാതെ അതിന് തൊട്ട് മുന്നേ നിൽക്കുന്ന വിധത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒരു സപ്പോർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സപ്പോർട്ട് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഉൾഭാഗത്തെ മാർജിനും ഈ ക്യാൻവാസ് ഇരിക്കുന്ന തുണിയും കൂടി ചേർത്ത് വെച്ചിട്ട് ചെയ്യുന്ന സ്റ്റിച്ചാണ്.
ഇവിടെ നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഉള്ളിലേക്ക് മടക്കിയതിനോട് ചേർന്ന് തന്നെയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ക്യാൻവാസിൻ്റെ പോർഷൻ ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്ക് ഒന്നുകിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ലൈനിങ് വെക്കുന്ന ഡ്രസ്സാണെങ്കിൽ നമുക്ക് ഇതിനെ ലൈനിങ്ങിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ പുറമേ ഉള്ള ഒരു 1/4 ഇഞ്ച് നമ്മൾ ആദ്യം ക്യാൻവാസ് അറ്റാച്ച് ചെയ്തിട്ട് ക്യാൻവാസ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത പോർഷൻ ഇവിടെ ഇങ്ങനെ എപ്പോഴും ഓപ്പൺ ആയിരിക്കുവാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്നേ തന്നെ അതിങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് വെക്കാമായിരുന്നു. അതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്കിങ്ങനെ ഉള്ളിലോട്ട് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഹെമ്മിങ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് മെഷീൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ ലൈനിങ്ങിനോടൊപ്പമാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പീസിനെ ലൈനിങ്ങിനോടൊപ്പം ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട്. നമ്മുടെ കുർത്തിയുടെ ശരിക്കുള്ള ഫാബ്രിക് അത് മാത്രം നമ്മളിങ്ങനെ പുറത്തേക്ക് വിടർത്തി പിടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിങ്ങനെ താഴേക്ക് ഇതേ വി ഷേപ്പിൽ തന്നെ ഇങ്ങനെ താഴെ അറ്റം വരെ വരുന്നു. അതിനുശേഷം മുകളിലേക്ക് പോയിട്ട് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ലൈനിങ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. മാർജിൻസ് നമ്മളിങ്ങനെ സ്റ്റിച്ച് താഴോട്ട് വരുന്നതനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ക്യാൻവാസ് ഉള്ളത് കാരണം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ഫോൾഡിങ് പ്രോപ്പറായിട്ട് അതിൽ തട്ടി നിൽക്കുന്ന കാരണം ഇങ്ങനെ പ്രോപ്പറായിട്ട് വന്നോളൂ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ വെക്കുന്നുണ്ട്. ഈ ലൈനിങ്ങും നമ്മുടെ ഈ ഒരു ഫോൾഡർ നമ്മൾ ഈക്വലായിട്ട് ഇങ്ങനെ പ്രോപ്പറാക്കി വെച്ചാൽ ഈ ഭാഗത്ത് ചുളിവുകൾ വരുന്ന വിധത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ആ ഒരു പൊസിഷൻ അങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഉള്ളിലോട്ടുകൂടി ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കും. അത് പ്രോപ്പറായിട്ട് വന്നോളും. അതിനുശേഷം നമ്മളിതിനെ ഇങ്ങനെ തിരിക്കും. ഈ ലൈനിങ് പോർഷൻ ഇങ്ങനെ നിവർത്തി വെക്കുക. ഇതാണ് നമ്മുടെ നെക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ നെക്കും കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം ബാക്കിലെ പീസും ലൈനിങ്ങും കൂടെ ചേർത്ത് ഇങ്ങനെ നടുക്കൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെയാണ്. പക്ഷേ ബാക്കിൽ ഞാനിപ്പം ക്യാൻവാസ് ഒന്നും കൊടുക്കുന്നില്ല. അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ നമ്മൾ അധികം ഡീപ്പ് നെക്കും അല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് സിമ്പിളായിട്ടൊരു ഫാബ്രിക് ഉള്ളിലേക്ക് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേ മെത്തേഡ് നമ്മൾ ലാസ്റ്റ് ടൈം കുർത്തി ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിപ്പോൾ നമുക്ക് 2 രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഒന്നുകിൽ നമ്മളിപ്പം ഫ്രണ്ടിലെ നെക്കിൽ നിന്ന് ഇതിപ്പം കട്ട് ചെയ്ത് കളഞ്ഞ വേസ്റ്റാണ്. ഈ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത് ആ ഒരു വിഡ്ത്ത്, പിന്നെ ലെങ്ത് ഇപ്പം ഇത്രയും ലെങ്ത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ട അതും മാർക്ക് ചെയ്തിട്ട് നമുക്ക് ചെറിയ രീതിയിൽ റൗണ്ട് ഷേപ്പാണ് ബാക്കിൽ കൊടുക്കുന്നത്. ഒരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഫ്രണ്ടിൽ പീസ് നമുക്കിപ്പോൾ ഓൾറെഡി റെഡി ആയിട്ടിരിപ്പുണ്ട്. ഈ ഒരു നെക്കിൻ്റെ പോർഷൻ ഈക്വലായിട്ട് ഇങ്ങനെ നമ്മളൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം റെഡി ആയിട്ടിരിക്കുന്ന അതാണ് നമ്മൾ ട്രേസ് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ നമ്മുടെ റെഡി ആയിരിക്കുന്ന നെക്കിനേക്കാൾ ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ട് വേണം വെട്ടേണ്ടത്. നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ മാർജിൻ ആവശ്യമുണ്ട്. അപ്പോൾ അത് അനുസരിച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമുക്കൊരു അതിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് 3 ഇഞ്ചാണെങ്കിൽ 3 ഇഞ്ച്. എനിക്കിവിടെ 3 ഇഞ്ചേ ആവശ്യമുള്ളൂ. ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. മുകളിലേക്ക് എത്തുമ്പോൾ വിഡ്ത്തിൻ്റെ ഭാഗം എത്തുമ്പോൾ 1/4 ഇഞ്ച് ഞാൻ ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് വരച്ചിരിക്കുന്നത്. എൻ്റെ ക്യാമറ ഇടയ്ക്കൊന്ന് പൊസിഷൻ ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് ആ ഒരു എഡ്ജ് വരെ കാണുന്നില്ല. എന്നാലും അത്യാവശ്യം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഒരു പീസ് തുണിയും കൂടി ഇതിനോടൊപ്പം വെച്ചിട്ട് വേണം വെട്ടിയെടുക്കേണ്ടത്. ഇങ്ങനെ ഒന്നിച്ച് വെട്ടിയെടുക്കുമ്പോഴത്തേക്ക് 2 പീസ് നല്ല കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നല്ല ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ആ ഒരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ പീസും അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി അടിക്കാനുള്ള ഒരു ചെറിയ പീസും കൂടി ഈക്വലാക്കി ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൗണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ 2 പീസും ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. നമുക്ക് നെക്കിൻ്റെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസും കൂടെ ഇതിനോടൊപ്പം ഈക്വലാക്കി വെച്ച് കൊടുക്കാം. 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതേ റൗണ്ട് ഷേപ്പിൽ നമുക്കിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കർവുകളൊക്കെ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിലെ മാർജിൻ്റെ പോർഷനിൽ നമ്മളിങ്ങനെ ചെറിയ കട്ടിങ്സ് കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം നമുക്ക് നോർമലി സപ്പോർട്ട് സ്റ്റിച്ച് എപ്പോഴും നമ്മൾ ഉള്ളിലെ മാർജിനും ഈ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെക്കാനുള്ള തുണിയും കൂടി ചേർത്താണ് കൊടുക്കാറുള്ളത്. അത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫുൾ റൗണ്ട് സപ്പോർട്ട് സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ സപ്പോർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിന് വേണമെങ്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്യാം, ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മെഷീൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്താണ് ചെയ്യുന്നതെങ്കിലും ഞാൻ സാധാരണ ചെയ്യാറുള്ളത് നമ്മുടെ ഷോൾഡറിലെ മാർജിനൊന്നും പുറത്തേക്ക് കാണാണ്ട് ഉള്ളിലേക്ക് പോകുന്ന വിധത്തിലാണ്. അപ്പം അത് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഹെമ്മിങ് ആണെങ്കിലും അല്ല ലൈനിങ്ങിനോടൊപ്പം അറ്റാച്ച് ചെയ്യുകയാണെങ്കിലും ഒക്കെ ചെയ്തെടുക്കേണ്ടത്. അപ്പം ആദ്യം നമുക്ക് ഈ ഒരു ബോർഡർ പോർഷൻ ഇവിടെ ഇച്ചിരി നീളം കൂടുതലുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ബോർഡർ പോർഷൻ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന്. അപ്പോൾ ഇവിടെ ഈ മാർജിൻ പോർഷൻ ഞാനൊന്ന് ഉള്ളിലേക്ക് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. രണ്ട് ഭാഗവും ഞാനിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പീസ് ഇതിനോടൊപ്പം ഒന്ന് ജോയിൻ്റ് ആക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഷോൾഡറും ഈക്വലായിട്ട് വരുന്ന വിധത്തിൽ നമ്മളിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിലുള്ള ഈ ഒരു എക്സ്ട്രാ പോർഷൻ കൊണ്ട് ഫ്രണ്ട് പീസ് കവർ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് സൈഡും നമ്മളങ്ങനെ കവർ ചെയ്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ ഫ്രണ്ട് ബാക്ക് ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ചസ് ഒന്നും പുറമേക്കൊന്നും കാണുന്നില്ല. പക്ഷേ നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഉൾഭാഗത്തായിട്ട് എക്സ്ട്രാ മാർജിനൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ബഡ്ജിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എക്സ്ട്രാ മാർജിനൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആകെ ഈ ബാക്കിലെ ഈ നെക്കിൻ്റെ എക്സ്ട്രാ പീസ് മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇത് ഇനി വേണമെങ്കിൽ നമുക്ക് ഹെമ്മിങ് ആയിട്ട് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മെഷീൻ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും മെഷീൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. മുന്നേ ചെയ്തതുപോലെ തന്നെ നമ്മൾ ടോപ്പിലുള്ള മെറ്റീരിയലിൽ ഒന്നും ടച്ച് ചെയ്യാണ്ട് ലൈനിങ്ങും ഇപ്പം നമുക്ക് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ഈ ഒരു പീസ് മാത്രം ജോയിൻ ചെയ്ത് പിടിക്കുക. അതിനുശേഷം മെഷീൻ സ്റ്റിച്ച് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബാക്കിലെ പീസ് നെക്കിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ തന്നെ സ്ലീവ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ നെക്കിൻ്റെ പോർഷനും ഷോൾഡറും ഒക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ ഞാനതൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരു നീ ലെന്ത് സ്ലീവാണ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ തുണി കുറച്ച് ഷോർട്ടേജ് ഉണ്ടായിരുന്ന കാരണം താഴെ നമ്മളിങ്ങനെ ഒരു അഡീഷണൽ ബാൻഡ് പോലെ കൊടുത്ത് ഒരു നീ ലെങ്ത് വരെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ആം ഹോളിന് നമ്മൾ എക്സ്ട്രാ ഡെപ്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബോഡി പോർഷനിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആം ഹോളിൻ്റെ അവിടെ ഇങ്ങനെ ഡെപ്ത് എക്സ്ട്രാ കൊടുത്തിട്ടില്ല എന്ന്. അത് ഞാൻ ഇതിനിടയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതെല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇതിലിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. നമ്മുടെ ഇതിലെ മെയിൻ പർപ്പസ് നെക്കിലെ ക്യാൻവാസ് ചെയ്യൽ, ബാക്കിൽ ടക്ക് ഇടൽ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഷോർട്ടേജ് വരികയാണെങ്കിൽ നമ്മളെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ഓരോ ഐറ്റംസ് പഠിക്കുമ്പോൾ ചെറിയ ചെറിയ പൊടിക്കൈകൾ ഇങ്ങനെ പഠിച്ച് പോകുന്നതായിരിക്കും നമുക്ക് നന്നായിട്ട് മനസ്സിലാവാൻ നല്ലത്. ഇപ്പം നമ്മൾ ഈ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ചെറിയ നോച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു നോച്ച് ഷോൾഡറുമായിട്ട് ഈക്വൽ ആക്കി വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. നമ്മൾ കറക്റ്റായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പം ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് മറു സൈഡ് വരെ സ്റ്റിച്ച് ചെയ്താലും കറക്റ്റ് മെഷർമെൻ്റ് ആയിട്ട് തന്നെയാവും വരുന്നുണ്ടാവുക. പിന്നെ തുടക്കക്കാർ ഈ ഒരു സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇവിടെ സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്ത് അതിനെ ഇൻ്റർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ ടക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ടക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വേസ്റ്റ്, അതായത് ഏറ്റവും വണ്ണം കുറഞ്ഞ് വരുന്ന ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലൈനിൽ നിന്ന് മുകളിലേക്കും താഴേക്കും ഈക്വൽ ആയിട്ടാണ് നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. ഇനി നമുക്ക് ഈ ടോപ്പിനെ രണ്ടായിട്ട് മടക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വേസ്റ്റ് ലൈൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടക്കിന് കൊടുക്കേണ്ട വിഡ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മടക്കി വെച്ചിരിക്കുന്ന ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് ഇവിടെ ഒരു 3 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. നല്ല സ്കിന്നി ആയിട്ടുള്ളവർക്കാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 3 ഇഞ്ചിൻ്റെ ആവശ്യം തന്നെയുള്ളൂ. 3, 3.5, 4 ഇങ്ങനെയാണ് പോകാറുള്ളത്. പിന്നെ നല്ല വൈഡായിട്ടുള്ള ബോഡി ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ഈ മടക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മളിപ്പം സൈഡിൽ മാർജിന് വിട്ടിരിക്കുന്ന ആ ഒരു 1.5, 2 ഇഞ്ച് നമ്മൾ നോർമലി വിടാറുണ്ട്. അത് ഒഴിവാക്കിയിട്ട് എത്ര വരുന്നുണ്ടോ അതിൻ്റെ പകുതി എടുക്കുക. ഇപ്പോൾ സപ്പോസ് 12 വരുന്നതെങ്കിൽ അതിൻ്റെ പകുതി 6 ഇഞ്ചിലായിരിക്കും നമ്മൾ ഈ ഒരു വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, ഈ ടക്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇവിടെ നമുക്ക് 3 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ, അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ നിന്ന് നമ്മൾ മുകളിലേക്കും ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, താഴേക്കും ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹൈറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഇപ്പം ആ ഒരു ടോപ്പിൻ്റെ നീളം അനുസരിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ അത് 3 എന്നുള്ളത് 4 ഇഞ്ചൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പം നമുക്കിവിടെ ഇപ്പോൾ സ്കെയിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ചെസ്റ്റിൻ്റെ ഒത്തിരി അങ്ങോട്ട് മുകളിലേക്ക് കയറി പോകാൻ പാടില്ല. ഇപ്പോൾ ചെസ്റ്റിൻ്റെ ലൈനോടുകൂടി അടുത്താണ് വരുന്നത്, അതുകൊണ്ട് നമുക്കിവിടെ ഒരു 6 ഇഞ്ച് മതി. അപ്പോൾ നമ്മൾ വേസ്റ്റ് ലൈൻ വരച്ചിരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഒരു 3 ഇഞ്ച്, താഴേക്ക് ഒരു 3 ഇഞ്ച്, അങ്ങനെ ടോട്ടൽ 6 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും ജോയിൻ്റ് ആക്കി ഞാനിങ്ങനെ വരച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കേണ്ടത് എത്ര വീതിക്കാണ് നമുക്ക് ഈ ടക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നാണ്. നമ്മളിപ്പോൾ ഈ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിൽ നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇപ്പം 1/4 to 1/2 ഇഞ്ച് മതിയാവും മെലിഞ്ഞ ആൾക്കാർക്കൊക്കെ. നല്ല ചെസ്റ്റ് സൈസൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മളത് കുറച്ചുകൂടി കൂടുതലായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ചെസ്റ്റ് സൈസ് കൂടുന്തോറും അതനുസരിച്ച് വേസ്റ്റിൻ്റെ ഭാഗം കുറച്ച് മതിയാവും. അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിടുത്ത് കൂട്ടി കൊടുക്കുന്നതാണ്. ഇവിടെ ഇപ്പം 1/4 ഇഞ്ചിൻ്റെ തന്നെ ആവശ്യമുള്ളൂ. അപ്പം ഞാൻ ഒരു 1/4 to 1/2 ആ ഒരു ലെവലിലാണ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ താഴത്തെ ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിരിക്കുന്ന ആ ഒരു 1/2 ഇഞ്ച് വരച്ചിട്ടുണ്ട്, അവിടേക്ക് ഇങ്ങനെ ഒന്ന് വളച്ചിട്ട് നമ്മൾ ആ മുകളിലത്തെ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലൂടെയും ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ ജോയിൻ്റ് ആക്കി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡിൽ മാത്രമാണ് ഈ ഒരു മാർക്ക് ഇട്ടിരിക്കുന്നത്. ഇതിപ്പം മറു സൈഡിലും ഇതേപോലെ തന്നെ നമുക്ക് ടക്ക് വേണം. അപ്പോൾ ട്രേസിങ് വീൽ കയ്യിലുള്ളവർക്ക് നമുക്കിപ്പം വരച്ചിരിക്കുന്ന ഈ ലൈൻസിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒന്ന് ട്രേസിങ് വീൽ വെച്ചിട്ട് വരച്ചു കൊടുത്താൽ മതിയാവും. പക്ഷേ എല്ലാ തുണിയിലും ഇത് നല്ല പ്രോപ്പറായിട്ട് അപ്പുറത്തേക്ക് തെളിഞ്ഞ് വരത്തില്ല. ഇവിടെ ഇപ്പം നല്ല കോട്ടനാണ്, ഇത് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടില്ല. അതുകൊണ്ട് മറു സൈഡിലും ഞാനിതുപോലെ തന്നെ ഇവിടെ ചെയ്തതുപോലെ തന്നെ സ്കെയിൽ വെച്ചിട്ട് നമ്മുടെ പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുത്ത് ജോയിൻ്റ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വരച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു സെൻറ്റർ ലൈനിൻ്റെ ഭാഗത്ത് കുറച്ച് ഷാർപ്പായിട്ടാവും വരിക. പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാണ്ട് ഇച്ചിരി സ്മൂത്തായിട്ട് ഇങ്ങനെ ഒന്ന് വളച്ചിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഇച്ചിരി മൂവ് ചെയ്യുന്ന ടൈപ്പ് ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ഈ സ്ട്രൈറ്റ് ലൈനിൻ്റെ പുറത്തുകൂടി നമ്മൾ വെറുതെ ഒരു സ്റ്റിച്ച് ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മൂവ് ആവത്തില്ല. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മളിപ്പം വരച്ചിരിക്കുന്ന ഈ ഒരു ലൈനിലൂടെ ഇങ്ങനെ ഒന്ന് സ്മൂത്തായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കോട്ടൺ ആണ്, ഒട്ടും മൂവ് ആവാത്ത ഫാബ്രിക്കാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി, അത് പ്രോപ്പറായിട്ട് തന്നെ ഇരുന്നോളും. ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും ഇങ്ങനെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. മാക്സിമം ടക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യാതെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് നൂല് ഇങ്ങനെ എക്സ്ട്രാ വിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ അവസാനിപ്പിക്കുമ്പോഴും അതേ കുറച്ച് നൂല് സ്റ്റിച്ച് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നൂല് എക്സ്ട്രാ വിട്ടിട്ട് കട്ട് ചെയ്ത് കളയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ വളരെ നാരോ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആ ഒരു ഭാഗത്ത് എക്സ്ട്രാ ബഡ്ജിങ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ 2 ടക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ഫ്രണ്ടിലെ പീസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബാക്കിൽ കുറച്ചിങ്ങനെ വേസ്റ്റിൻ്റെ ഭാഗത്ത് കുറച്ച് ഷോർട്ടേജ് ഉണ്ടാവും. അപ്പം നമ്മൾ നല്ല വീതിക്കൊക്കെ ടക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഇട്ടിട്ട് എടുക്കണം. എനിക്കിവിടെ ഓൾറെഡി വേസ്റ്റ് എനിക്ക് വളരെ കുറച്ച് തന്നെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഓൾറെഡി നല്ല മാർജിനും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എക്സ്ട്രാ ഒന്നും കൊടുക്കാതിരുന്നത്. പിന്നെ അതുപോലെ ചിലരൊക്കെ ഫ്രണ്ടിലും ബാക്കിലും ടക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ടും ബാക്കും ഓട്ടോമാറ്റിക്കലി അത് ഈക്വലായിട്ട് പോകും. ഇനി നമുക്ക് സ്ലീവ് മുതൽ ഹിപ്പ് വരെയുള്ള പോർഷൻ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ആം ഹോളിൻ്റെ ഭാഗത്തായിട്ട് ഫ്രണ്ടിലെയും ബാക്കിലെയും സ്റ്റിച്ച് ഒരേ പൊസിഷനിൽ തന്നെയാണോ വരുന്നതെന്ന് ചെക്ക് ചെയ്യണം. ചില സമയത്ത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാർജിൻ കുറച്ച് കൂടുതൽ എടുക്കും, ചിലപ്പോൾ ഒന്ന് കുറഞ്ഞു പോകും, അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ കൂടുതലും ഒരു സൈഡിൽ കുറവും വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈക്വലായിട്ട് പിടിക്കുന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റിച്ച് അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അത് ഈക്വൽ ആണോ നോക്കണം. ഈക്വൽ അല്ല എങ്കിൽ ഏത് സൈഡിലാണോ നമ്മൾ കുറവ് മാർജിൻ ഇട്ടിരിക്കുന്നത് അതൊന്ന് കുറച്ചുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈക്വൽ ആവും. ഇവിടെ ഈക്വൽ തന്നെയാണ്. നമുക്കപ്പം സ്ലീവിൻ്റെ എൻഡ് പോർഷൻ മുതൽ ഹിപ്പിൻ്റെ പോർഷൻ വരെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സൈഡിലായിരിക്കും മാർക്കിങ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ മറു സൈഡിൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ വിഡ്ത്ത്, ആം ഹോളിൻ്റെ വിഡ്ത്ത് ഇതൊക്കെ ഒന്ന് മെഷർ ചെയ്തിട്ട് നമുക്ക് എവിടെ കൂടിയാണോ സ്റ്റിച്ച് പോകേണ്ടതെന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈസി ആയിരിക്കും. ഇവിടെ 2 ഭാഗവും നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റാണ് ബാക്കിയുള്ളത്. സ്ലിറ്റ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ തന്നെ 2 സൈഡിലുള്ള ലൈനിങ് ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
സ്ലിറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ക്ലിയർ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷോർട്ട് ടോപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ സ്ലിറ്റ് വളരെ നീളം കുറഞ്ഞതാണ്. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഹിപ്പിൻ്റെ പോർഷൻ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഈ ഒരു എക്സ്ട്രാ മാർജിൻ 2 സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് എത്രയാണോ നമുക്ക് ഫോൾഡ് ചെയ്യേണ്ടത് അതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിരിക്കും. പിന്നെ നന്നായിട്ട് നിൽക്കാത്ത ഫാബ്രിക് ആണെങ്കിൽ വേണമെങ്കിൽ പിൻ ചെയ്തിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. സാധാരണ കോട്ടൺ ഫാബ്രിക്കിലൊന്നും നമ്മളിങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരെ തന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ തന്നെ പ്രോപ്പറായിട്ട് വരാറുണ്ട്. എന്തായാലും തുടക്കക്കാർക്ക് ഒരു ഫിനിഷിങ് കുറവുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് തുടക്കക്കാർക്ക് പോലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിലത് നമ്മൾ ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു വിഡ്ത്ത് കണക്കാക്കി മാർജിനൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് ഇങ്ങനെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ 2 സൈഡും ഒന്ന് അയൺ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആകെ ബാക്കിയുള്ളത് നമുക്ക് താഴത്തെ ഒരു ഫോൾഡിങ് മാത്രമാണ്. താഴെയും ഇതുപോലെ തന്നെയാണ് ഡബിൾ ഫോൾഡിങ്. ആദ്യം ചെറിയൊരു ഫോൾഡ് കൊടുക്കുക. നമ്മൾ ഈ സ്ലിറ്റിന് കൊടുത്ത അതേ രീതിയിൽ തന്നെയാണ് താഴത്തെ പോർഷനും നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. നമ്മൾ സ്ലിറ്റും താഴത്തെ ഭാഗമൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്ലിറ്റിന് മേൾ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്ലിറ്റിന് വേണ്ടി ഫോൾഡ് ചെയ്ത ഭാഗവും നമ്മുടെ മാർജിൻ പോർഷനുമായിട്ട് ഇങ്ങനെ ജോയിൻ്റ് ആകുന്ന ഭാഗത്ത് ഇങ്ങനെ ഒന്ന് മടങ്ങി നിൽക്കുന്നത് കാരണം നമുക്ക് ഡ്രസ്സ് ഇടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു പിടുത്തം നിൽക്കാറുണ്ട്. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്ലിറ്റിന് കുറച്ച് മുകളിലായിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ 4 ഭാഗത്ത് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വേസ്റ്റ് പോർഷനിലൊക്കെ എക്സ്ട്രാ ഉണ്ടായിരുന്ന മാർജിനൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ടോപ്പിൽ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. പ്രത്യേകിച്ചും ഈ സ്ലിറ്റിൻ്റെ പോർഷനും നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഈ സൈഡും ഒക്കെ നമ്മളൊന്ന് പിടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു ചുരിദാറിൻ്റെ ടോപ്പോ അല്ലെങ്കിൽ കുർത്തിയോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്യാൻവാസിൽ ഒരു വി ഷേപ്പാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതൊക്കെ സെയിം മെത്തേഡ് തന്നെയാണ്. ജസ്റ്റ് നെക്കിൻ്റെ ഷേപ്പുകൾ മാത്രം മാറി വരുന്നു എന്ന് മാത്രം. അപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ കോളർ നെക്ക്, പല ടൈപ്പ് ടോപ്പുകൾ, ഇത് തന്നെ ചുരിദാറിൻ്റെ ബോട്ടം, ഇങ്ങനെ കുറേ അധികം പഠിക്കാനുണ്ട്. അപ്പം പുതിയ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.